ഹലോ, നമ്മൾ പലപ്പോഴും കരിയേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറുള്ളൊരു കാര്യമാണ് നമ്മുടെ പാഷനെ ഫോളോ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും അവരുടെ കരിയേഴ്സിൽ അവരുടെ ഒരു എക്സ്ട്രീം പാഷനെ ഫോളോ ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഇനഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാറില്ല. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമാണ് ഒരു ഡിസൈൻ കരിയേഴ്സിലുള്ള ആളുകൾ എന്നുള്ളത്. നന്നായിട്ട് വരക്കാൻ കഴിയുന്ന, ക്രാഫ്റ്റ്സ് ചെയ്യാൻ അറിയുന്ന, വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും അവരുടെ ആ ഒരു കഴിവിനെ, അവരുടെ സ്കില്ലിനെ, അവരുടെ പാഷനെ അവർക്ക് ഒരു കരിയറാക്കി മാറ്റാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും പല ആളുകളും അതിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡിപ്ലോമ കോഴ്സുകളോ അല്ലെങ്കിൽ നോർമൽ ഡിഗ്രി കോഴ്സസോ എല്ലാം ഉണ്ട്. അതെല്ലാം ചെയ്തിട്ടാണ് ഇത്തരം ഫീൽഡുകളിലോട്ട് വളരെ കഴിവുള്ള ആളുകൾ എത്തിപ്പെടുക. എന്നാൽ വളരെ പ്രൊഫഷണലി ഡിസൈൻ പഠിക്കാവുന്ന ചില സ്ഥാപനങ്ങളും കോഴ്സുകളും ഇന്ത്യയിലുണ്ട്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒരു ഡിസൈൻ, ആർട്ട്, ക്രാഫ്റ്റ്, പെയിൻറ്റിങ്, എഡിറ്റിംഗ് എല്ലാം താല്പര്യമുള്ള ആളുകൾ, അവരുടെ പാരൻസ് നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. എൻ്റെ കൂടെയുള്ളത് അർഷിയാണ്. അർഷിയ IIT ഹൈദരാബാദിൽ BDes ബാച്ചിലർ ഇൻ ഡിസൈൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുകയാണ്. എൻ്റെ കസിൻ കൂടിയാണ്. അപ്പോൾ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള കോഴ്സുകൾ, IIT എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് BTech ആണ്, റൈറ്റ്? BTech എല്ലാവരും ചെയ്യുന്ന ഇന്ത്യയിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ് ആണ്. എന്നാൽ അവിടെ BDes ബാച്ചിലർ ഇൻ ഡിസൈൻ പോലെയുള്ള കോഴ്സസ് ഉണ്ട് എന്നുള്ളത് പല ആളുകൾക്കും അറിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഡിസൈൻ രംഗത്ത് ആക്ച്വലി ഉള്ള ഓപ്പർച്യൂണിറ്റീസ്, കോഴ്സസ് ആൻഡ് കോളേജസ് എന്തെല്ലാമാണ് എന്നുള്ളതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഡിസൈൻ ബാച്ചിലേഴ്സ് പഠിക്കാൻ ബാച്ചിലർ ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞ BDes എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അത് പ്രൈമറിലി USEED, NID DAT ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഈ ടൈപ്പ് ഓഫ് എക്സാംസ് വഴിയാണ് ഓരോരുത്തർ കോളേജിൽ ചേരാൻ എഴുതുന്ന എക്സാംസ്. അപ്പോൾ USEED പ്രൈമറിലി IITസിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. NID DAT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഒരു 5 NIDs ഉണ്ട്, അതെ, ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി. അപ്പം അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ കിട്ടാനാണ്. അപ്പം ഞാൻ USEED എഴുതിയിട്ട് അതുവഴിയാണ് എനിക്ക് IIT ഹൈദരാബാദിൽ BDes അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ ആക്ച്വലി IITസിൽ BTech മാത്രമല്ല, BDes പോലത്തെ പ്രോഗ്രാംസ് ഉണ്ട്. ഈ BDes എന്ന് പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നത് 4-5 IITസിലുള്ളത്. ഇപ്പോൾ ഒരു 5 IITs. ബോംബെ, ഹൈദരാബാദ്, ഗുവാഹട്ടി, ഡൽഹി, റൂർക്കി. പിന്നെ IIIT ജബൽപൂർ ഉണ്ട്. IIIT ജബൽപൂരും ഈ USEED വഴി BDes പ്രോഗ്രാമിലോട്ട് കയറാം. അതായത് USEED എന്ന് പറഞ്ഞ എക്സാം ആണ് എഴുതേണ്ടത്. ഞാൻ അതിലോട്ട് ഡീറ്റെയിൽസിലോട്ട് വരാം. അതിനു മുമ്പ് അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടി പറഞ്ഞു, NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. അത് അഹമ്മദാബാദ്. അതേപോലെ അഹമ്മദാബാദ് ആണ് ഇതിന്റെ ബെസ്റ്റ് സെന്റർ. പിന്നെ വിജയവാഡ, ബാംഗ്ലൂർ, അങ്ങനെ അവിടെയൊക്കെ ഉണ്ട്. അവിടെയും BDes പ്രോഗ്രാം ഉണ്ട്. അവിടേക്ക് NID DAT എന്ന് പറയുന്ന ടെസ്റ്റാണ് എഴുതുന്നത്. അപ്പോൾ പ്രൈമറിലി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് NIDs ആൻഡ് IITs, ഇവിടെ രണ്ടും ഡിസൈൻ പ്രോഗ്രാംസ് ആണ്. പക്ഷേ വേറെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതാണ് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത്. വേറെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെങ്കിലും അറിയുന്നതുണ്ടോ? അപ്പോൾ സെപ്റ്റ് ഉണ്ട്, സെപ്റ്റ് CEPT, ജെയിൻ, സൃഷ്ടി, മണിപ്പാൽ, ഇപ്പോൾ കുറേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിലൊരു എക്സാമിലോട്ട് വരാം. ഇപ്പോൾ USEED എക്സാം 12th കഴിഞ്ഞ ഉടനെയാണ് ഒരാൾ എഴുതുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വർഷത്തോട്ടുള്ള അപ്ലിക്കേഷനൊക്കെ ഓൾറെഡി ക്ലോസ്ഡ് ആയി. ജാനുവരിയിലാണ് എക്സാം ഉള്ളത്. അപ്പോൾ ഇനി അടുത്ത വർഷം നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ ഇപ്പോൾ 11th അല്ലെങ്കിൽ 10th പഠിക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ വർഷങ്ങളിൽ ജാനുവരി തന്നെ പ്ലാൻ ചെയ്യാം. ഐ മീൻ ഇത് 12th ബോർഡ് എക്സാമിന് മുമ്പ് തന്നെയാണ് ഇത് ഹാപ്പൻ ചെയ്യുന്നത്, റൈറ്റ്? ഈ എക്സാമിന് എന്തൊക്കെയാണ് ചോദിക്കാറുള്ളത്? അതായത് ഒരു ലൈക്ക് എന്ത് കൈൻഡ് ഓഫ് കോച്ചിങ് ആണ് ഇതിന് വേണ്ടത്? അപ്പം ഇത് പ്രൈമറിലി ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സ്കെച്ചിങ്. അപ്പോൾ ഞാൻ എഴുതിയ സമയത്ത് 80% ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് ആയിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്? മെന്റൽ എബിലിറ്റി, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, സം അമൗണ്ട് ഓഫ് ജനറൽ നോളേജ് ഉണ്ട്. ജനറൽ നോളേജ് പറഞ്ഞാൽ പഠിച്ചെടുക്കുന്ന ടൈപ്പ് അല്ല, ജസ്റ്റ് ഇൻ ജനറൽ എത്ര ഒബ്സർവ് ചെയ്യും നിങ്ങളുടെ സറൗണ്ടിങ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ, ആക്സിസ് ബാങ്ക് ലോഗോ, 4 ടൈപ്പ് ഓഫ് ആക്സിസ് ബാങ്ക് ലോഗോ, ഏതാണ് ഇതിലെ കറക്റ്റ്? അപ്പം അങ്ങനത്തെ ഡീറ്റെയിൽസിനൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അതിന്റെ കാരണം എന്തായിരിക്കും എന്നൊക്കെ ആലോചിക്കുന്നവർക്ക് അത് പെട്ടെന്ന് കിട്ടും. പിന്നെ അതർ കൈൻഡ്സ് ഓഫ് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ്, ഇപ്പം ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഓറിയന്റേഷൻ എങ്ങനെയായിരിക്കും, 4 സ്മോൾ ഇല്ലസ്ട്രേഷൻസ് ഉണ്ടാവും. അപ്പം അതൊന്നും പഠിച്ചെടുക്കുന്നത് ആവണം എന്നില്ല, നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു നമ്മൾ എത്രമാത്രം അതിനെ പറ്റി ചിന്തിച്ചു, അങ്ങനത്തെ ടൈപ്പ് ഓഫ്
അത്തരത്തിലുള്ള ജനറൽ നോളജ് ആയിരിക്കും. പിന്നെ അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ എബിലിറ്റി ആക്ച്വലി വേണോ? മാത്തമാറ്റിക്സ് ഒരു 10th ഗ്രേഡ് വരെയുള്ള മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിൽ അത്യാവശ്യം വേണം. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു പ്രോബബിലിറ്റി, പിന്നെ അരിത്മെറ്റിക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയണം. പക്ഷെ അവർ ചോദിക്കുന്ന ദ വേ ഓഫ് ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻസ് വാസ് വെരി ഡിഫറെന്റ് ഫ്രം JEE. വെരി വിഷ്വൽ ആയിട്ടും സ്റ്റോറി ടെല്ലിംഗ് രീതിയിലായിരിക്കും ചിലപ്പോൾ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ 80% ആപ്റ്റിറ്റ്യൂഡ് ആണ്. അതാണ് എൻ്റെ സമയത്ത്. ഇപ്പോൾ 200 മാർക്സ് ആപ്റ്റിറ്റ്യൂഡിനും 100 മാർക്സ് സ്കെച്ചിങ്ങിനായിരുന്നു. 2/3 ആപ്റ്റിറ്റ്യൂഡും പിന്നെ സ്കെച്ചിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരിക? സ്കെച്ചിങ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എൻ്റെ ടൈമിൽ ഒരു സിനാരിയോ ഡിസ്ക്രൈബ് ചെയ്യും. എന്നിട്ട് ആ സിനാരിയോ നമ്മൾ വിഷ്വലായി റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ടൈമിൽ ഒരു ലിവിങ് റൂം, ദർ ഇസ് എ ക്യാറ്റ്, ഇറ്റ്സ് 9 AM അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, ദർ ഇസ് ഹോട്ട് ടീ ഓൺ ദ ടേബിൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പം അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അപ്പോൾ 9 AM വെറും ക്ലോക്കിലല്ല, അതിൻ്റെ ലൈറ്റിംഗ് വെച്ചിട്ടും കാണിക്കേണ്ടി വരും. അങ്ങനത്തെ ഒക്കെ കളേഴ്സ് ഒക്കെ വെച്ചിട്ടാണ്. കളേഴ്സ് ജസ്റ്റ് സ്കെച്ചിങ് പെൻസിൽ മാത്രം, പെൻസിൽ ആൻഡ് പെൻ മാത്രം. അപ്പോൾ ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണോ അതല്ല ഇതൊരു ഓഫ്ലൈൻ ടെസ്റ്റ് ആണോ? ഇത് ദ ആപ്റ്റിറ്റ്യൂഡ് പാർട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരുന്നു. സ്കെച്ചിങ് പാർട്ട് അവർ ഷീറ്റ്സ് ഒക്കെ തരും. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ടെസ്റ്റിൽ തന്നെ ഒരു ഹൈബ്രിഡ് ടെസ്റ്റ് ആണ്. ഈ NID DAT ടെസ്റ്റ് എഴുതിയിട്ടുണ്ടല്ലോ, റൈറ്റ്? NID ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഹൗ ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം UCED? NID lot of questions are based on sketching. കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, പിന്നെ സ്കെച്ചിങ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് NIDക്ക് രണ്ടാമത് ഒരു ലെവൽ ഉണ്ട്. ഈ ലെവൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്റ്റുഡിയോ ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ റൗണ്ട് ഉണ്ടാവും. അതും കഴിഞ്ഞിട്ടാണ് NIDക്ക് അഡ്മിഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ UCED പ്രോബ്ലി അതിനൊരു വെയിറ്റേജ് ചേഞ്ച് ചെയ്യാണ് NIDയിൽ ചെയ്യുന്നത്. കൂടുതൽ വെയിറ്റേജ് സ്കെച്ചിങ്ങിലോട്ടാണ്, കുറച്ച് വെയിറ്റേജ് ആണ് ആപ്റ്റിറ്റ്യൂഡിനുള്ളത്, റൈറ്റ്? അപ്പോൾ ഏതൊക്കെ സ്ട്രീം എടുത്തവർക്ക് ഇപ്പോൾ ഇതിൽ പോകാൻ പറ്റും? അതായത് 10th കഴിഞ്ഞാൽ ഇപ്പോൾ മാത്സ് കുറച്ച് വരുന്നതുകൊണ്ട് സയൻസ് തന്നെ എടുക്കണമെന്നുണ്ടോ? അതല്ല, ഏത് സ്ട്രീം എടുത്തവർക്ക് ഈ ഇതൊക്കെ എഴുതാൻ പറ്റുമോ? ഇത് ഏത് സ്ട്രീം എടുത്തവർക്കും എഴുതാം. ആർട്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്, കോമേഴ്സ് ഒക്കെ ഏതെടുത്തവർക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ താല്പര്യമുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫീൽഡ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ദാറ്റ്സ് എ വെരി ഗുഡ് ഇൻഫർമേഷൻ. പല ആളുകളും എന്താ പറയുക, നമ്മൾ സ്ട്രീം എടുത്തുകൊണ്ട് മാറിപ്പോയോ, ഇനി അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ മാത്സിൽ കുറച്ച് നമ്മളൊരു സ്ട്രെങ്ത് വേണം, റൈറ്റ്? കാരണം ഒരു 80% ഒക്കെ അല്ലെങ്കിൽ 66% മാത്സ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ചോദിക്കുന്നുള്ളതുകൊണ്ട് ഒരു ബേസിക് അരിത്മെറ്റിക്സ് കാര്യങ്ങളിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം, ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദെൻ വാട്ട് വാസ് യുവർ റാങ്ക്? UCED 35, ഓൾ ഇന്ത്യ റാങ്ക് 35. എത്ര സീറ്റ്സ് ഉണ്ട് ജനറലി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം? ജനറലി ഇൻക്ലൂഡിങ് ഞാൻ വെറും ഈ UCED, IITs ആൻഡ് IIIT ജബൽപൂർ അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഒരു അപ്രോക്സിമേറ്റ്ലി 200 സീറ്റ്സ് ഇൻ ടോട്ടൽ ഇന്ത്യയിലുള്ളത്. പെർ IIT 20 to 60 കുറച്ച് സീറ്റ്സേ ഉള്ളൂ. ഇനി അവിടെ ചെന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ശരിക്കും പഠിക്കാനുള്ളത്? ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങൾ പഠിപ്പിക്കുന്നത്? അപ്പം ഞാൻ എൻ്റെ കോളേജിനെ പറ്റി പറയും. അപ്പം നമുക്ക് മെയിനായിട്ട് 4 സ്ട്രീംസ് ആയിരുന്നു ഉണ്ടായത്. എന്നാലും what we study is generalized. We don't specialize just yet. അപ്പം there is communication design, interaction design, product design, and there is film and animation. ഓക്കെ, ഇപ്പോൾ ഇതിൽ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ, ഇപ്പോൾ ഫിലിം ആൻഡ് ആനിമേഷൻ എന്നുള്ള ഇസ് വെരി ക്ലിയർ പറഞ്ഞാൽ തന്നെ ബാക്കി കാര്യങ്ങൾ എന്തെല്ലാം ആക്ച്വലി? കമ്മ്യൂണിക്കേഷൻ ഡിസൈനിൽ ഇപ്പം ഇറ്റ്സ് മോസ്റ്റ്ലി ഗ്രാഫിക് ഡിസൈൻ ഓറിയൻറ്റഡ്. അപ്പം ഇപ്പോൾ ബ്രാൻഡിങ്, ഐഡന്റിറ്റി ഡിസൈൻ, ഇൻഫർമേഷൻ വിഷ്വലൈസേഷൻ, ഇൻഫോഗ്രാഫിക്സ്, അങ്ങനെ നമ്മൾ വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, വിഷ്വലി കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് സംഭവങ്ങളൊക്കെ ഇതിൽ പെടും. പിന്നെ ഇൻട്രാക്ഷൻ ഡിസൈൻ, അതാണ് അധികവും ജോലി സാധ്യത ഒക്കെ ഉള്ളത്. അത് UI UX നേടുണ്ടോ, യൂസർ ഇന്റർഫേസ് ഡിസൈൻ, അങ്ങനത്തതൊക്കെ. അതായത് ഒരു ആപ്പ്, ഫോർ എക്സാമ്പിൾ ഒരു ഡിജിറ്റൽ ഇന്റർഫേസ് ഒരു ആപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും നമ്മൾ എത്ര ക്ലിക്സ് കൊണ്ട് ഒരു സ്ഥലത്ത് എത്തണം, അതേപോലെ തന്നെ ഓരോന്നും ഇവിടെയൊക്കെ വേണം. അതാണ് മോസ്റ്റ് കോമൺലി നോൺ, കാരണം അതാണ് മോസ്റ്റ് ഇൻ ഡിമാൻഡ്. പക്ഷെ ഇതിൽ വേറെ പലതും ഇൻക്ലൂഡ് ആവും. ഇപ്പം വെർച്വൽ റിയാലിറ്റി, അല്ലെങ്കിൽ ഹാപ്റ്റിക്സ്, അപ്പം അങ്ങനത്തെ എന്ത് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസും. ഇപ്പോൾ ഫിസിക്കലി ഇൻട്രാക്റ്റീവ് ഡിവൈസസ് അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ഇപ്പം ഒരു ഇൻട്രാക്റ്റീവ്
installations with that convey a theme. അപ്പോൾ അതൊരു intersection of communication and interaction design. ഓക്കെ പ്രോബ്ലി ഒരു എക്സിബിഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ right? അപ്പോൾ ഡിജിറ്റൽ മാത്രമല്ല എന്നുള്ളത്. പിന്നെ യൂസർ എക്സ്പീരിയൻസ്, യൂസർ എങ്ങനെ ആയിരിക്കും ഓരോന്ന് പെർസീവ് ചെയ്യുക അങ്ങനത്തെ. ഓക്കെ പിന്നെ മൂന്നാം കമ്മ്യൂണിക്കേഷൻ, ഇന്ററാക്ഷൻ, പിന്നെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രോഡക്റ്റ് എങ്ങനെ അതിന്റെ പ്രോഡക്റ്റ് ഡിസൈൻ. അപ്പോൾ ഇത് ഫിസിക്കൽ പ്രോഡക്റ്റ് ആണ് ഞാൻ പറയുന്നത്. അപ്പം അതിൽ എർഗണോമിക്സ്, ഹ്യൂമൻ ഫാക്ടേഴ്സ് അങ്ങനത്തെ പഠിക്കും. ഓക്കെ അപ്പോൾ ഈ സ്ട്രീംസ് ഓക്കെ അപ്പോൾ ഈ സ്ട്രീംസ് എടുത്തിട്ട് ലൈക്ക് യു വിൽ ഹാവ് ജനറൽ സെഷൻസ് ഓൺ ഓർ കോഴ്സസ് ഓൺ. അപ്പോൾ നമുക്ക് വേണ്ട ആദ്യം തുടക്കത്തിൽ കോർ കോഴ്സസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഇതിൽ electives pick ചെയ്യാം. ഓക്കെ ഈ ഡിഫറെന്റ് സ്ട്രീംസ് electives. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്ട്രീമിൽ സ്പെഷ്യലൈസ് ചെയ്യുമോ അങ്ങനെയാണോ? ഇല്ല ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ ബാച്ചലർ ഓഫ് ഡിസൈൻ. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീമിൽ പോയിട്ട് ഇഷ്ടപ്പെട്ട കോഴ്സസ് നിങ്ങൾക്ക് പല സ്ട്രീമിൽ നിന്ന് ഒരുമിച്ച്. ഈ കോഴ്സസ് എങ്ങനെയായിരിക്കും? ഫോർ എക്സാമ്പിൾ നമുക്കൊരു മാത്സ് ആകുമ്പോൾ അല്ലെങ്കിൽ സയൻസ് ആകുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആകുമ്പോൾ ലാസ്റ്റ് ഒരു എക്സാം ഉണ്ടാവും അല്ലെങ്കിൽ ഇടയ്ക്കൊരു ക്യൂസസ് ഉണ്ടാവും എന്നുള്ളതൊക്കെ അറിയാം. എങ്ങനെയായിരിക്കും ഒരു ഡിസൈൻ കോഴ്സ് ആക്ച്വലി പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇത് പല കോളേജിലും പല രീതിയിലാണ് ഉള്ളത്. ചിലർക്ക് എക്സാം ഉള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം ഒരു കോഴ്സ് ഫോർ എക്സാമ്പിൾ പാക്കേജിങ് ഡിസൈൻ ഒരു കോഴ്സ് ആണെങ്കിൽ അത് 2 വീക്സിന് നടക്കും, വെറും പാക്കേജിങ് ഡിസൈൻ. അപ്പം ഫുൾ 2 വീക്സ് നമ്മൾ അതിനെ പറ്റിയായിരിക്കും പഠിക്കുക, അതിൻ്റെ അസൈൻമെൻറ്റ്സ് ആയിരിക്കും ചെയ്യുക. എന്നിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ കോഴ്സ് നമുക്കൊരു 2 or 3 അസൈൻമെൻറ്റ്സ് ഉണ്ടാവും, ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽ. അത് ബേസ്ഡ് ആയിട്ടാണ് ഗ്രേഡ് ചെയ്യുക നമ്മൾ. പിന്നെ at the end of the semester we have a semester jury where we display all the work that we've done throughout the semester, and there's a panel of 3 or 4 faculty who will ask us questions and judge us based on our. ഓക്കെ അപ്പോൾ നിങ്ങളൊരു അൾട്ടിമേറ്റ്ലി ഒരു പ്രൊജക്ട് ബേസ്ഡ് കൈൻഡ് ഓഫ് ലേണിംഗ് ആണ് റൈറ്റ്. അപ്പോൾ നിങ്ങളൊരു പ്രൊജക്ട് ചെയ്യുക, അതിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അൾട്ടിമേറ്റ്ലി അഗെയിൻ നമ്മുടെ ഒരു പാഷനാണ് അവിടെ നമുക്ക് കുറേയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് റൈറ്റ്. അതല്ലാതെ ഞങ്ങളൊക്കെ എഴുതുന്ന പോലെ ഒരു പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ്, അതിന് മാർക്കിംഗ് സ്കീം അങ്ങനത്തെ ഒരു സംഭവമല്ല ഉള്ളത് ജനറലി. ഓക്കെ റൈറ്റ്. ആൻഡ് ഹൗ ഈസ് IIT ഹൈദരാബാദ് ക്യാമ്പസ് ആൻഡ് ഓൾ? ക്യാമ്പസ് ഇസ് ഗ്രേറ്റ്. നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട്, അതാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. ഇപ്പം ഡിസൈൻ ചെയ്യണമെങ്കിലും അതിന് ഇപ്പം എന്തെങ്കിലും സെറ്റപ്പ് വേണം, ക്യാമറ, ലൈറ്റിംഗ്, അല്ലെങ്കിൽ റൂംസ്, എക്വിപ്മെൻറ്റ്, അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ കിട്ടും. അപ്പം വേണ്ടത് ചെയ്യാം. ഇതിന് ശേഷമുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ മറ്റ് അക്കാഡമിക് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാം ആളുകൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പം ഇതിന് 4 സ്ട്രീംസ് പറഞ്ഞല്ലോ, ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ജോബ്സ് ഉണ്ട്. ഇപ്പം കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ആണെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനറായി ചേരാം. ഇൻട്രാക്ഷൻ ഡിസൈൻ പ്രൈമറി UI UX ജോബ്സ്, അത് വെരി മച്ച് ഇൻ ദ ഡിമാൻഡ് ആണ്. പിന്നെ പ്രോഡക്റ്റ് ഡിസൈൻ, അതേപോലെ ഇപ്പോൾ ഫർണിച്ചർ ഡിസൈൻ, ഓട്ടോമൊബൈൽ ഡിസൈൻ ഒക്കെ പെടും പ്രോഡക്റ്റ് ഡിസൈനിൻ്റെ അടിയിൽ. പിന്നെ ഫിലിം ആൻഡ് ആനിമേഷൻ, ഇപ്പോൾ കുറേ ഡിസൈൻ സ്റ്റുഡിയോസ് ഉണ്ട്, അവിടെ വർക്ക് ചെയ്യാം. അഡ്വർടൈസിങ് ഏജൻസികളിൽ വർക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ. പിന്നെ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പോൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോവുകയാണെങ്കിൽ ഡിസൈൻ റിസർച്ച് എന്നൊരു ഫീൽഡ് ഉണ്ട്. അപ്പം അങ്ങനെ ഇവിടെ ഇപ്പോൾ IIT ഹൈദരാബാദിലൊക്കെ തന്നെ ഇതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷനും PhD ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? MDes പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. MDes ഉണ്ട്, PhD ഉണ്ട്. പുറത്തും ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ഇന്ത്യക്ക് പുറത്തും? പിന്നെ അവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ കമ്പനീസ് വരാറുണ്ടോ ഈ ഒരു BDes സ്ട്രീമിലുള്ളവർ എടുക്കാൻ വേണ്ടിയിട്ട്? IIT ഹൈദരാബാദ് അപ്പം കമ്പനീസ് വരാറുണ്ട്. മോസ്റ്റ്ലി ആസ് ഐ മെൻഷൻ UI UXൽ വരും. പിന്നെ ബാക്കി വിഷ്വൽ ഡിസൈൻ റോൾസ് അങ്ങനത്തെ ഇതും വരാറുണ്ട്. ഓക്കെ. എന്താണ് ജനറലി ഒരു ആവറേജ് LP അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു എത്ര സാലറി ഒരാൾക്ക് ജനറലി കിട്ടുന്നുണ്ട് ഒരു ഓൺ ആവറേജ്? അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ബിക്കോസ് നമ്മൾ 3rd ബാച്ചാണ് ഇപ്പം ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ചിൽ ഇപ്പോൾ 10 സ്റ്റുഡൻസ് ഉള്ളായിരുന്നു. അപ്പം പലവരും ഹയർ സ്റ്റഡീസിനൊക്കെ പോയി. അപ്പോൾ ആവറേജ് ആണെങ്കിലും ഇപ്പോൾ 2-3 ആയിട്ടില്ല റൈറ്റ്. ബട്ട് കമ്പനീസ് വരാറുണ്ട് ആൻഡ് ഒരു മോസ്റ്റ്ലി ഒരു ഗുഡ് പേ അവർക്ക് കിട്ടാറുണ്ട് റൈറ്റ്. ഓക്കെ. പിന്നെ ഇതിനെങ്ങനെ ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 11th 12th പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഉണ്ട്, അവർക്ക് എക്സാം എഴുതണം, അവരെങ്ങനെ ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഞാൻ മോസ്റ്റ്ലി യൂസീഡിനെ പറ്റിയാണ് പറയുന്നത്. യൂസീഡിന് മെയിൻലി പാസ്റ്റ് ഇയർ പേപ്പേഴ്സ് സോൾവ് ചെയ്താൽ തന്നെ നല്ലൊരു ഐഡിയ കിട്ടും എന്താണെന്ന്. അത് അവൈലബിൾ ആണ് പബ്ലിക്? ഓൾ പേപ്പേഴ്സ് സിൻസ് 2015 ഐ തിങ്ക് പബ്ലിക്ലി അവൈലബിൾ ആണ് വിത്ത് ആൻസർ കീ. അപ്പം അത് ആ പാസ്റ്റ് ഇയർ പേപ്പേഴ്സ് ഫസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ ഒരു ഐഡിയ കിട്ടും എത്ര സ്കോർ ചെയ്യുന്നുണ്ട്. ഒന്നും പഠിക്കാതെ ഒന്നും ചെയ്യാതെ ഇത് സോൾവ് ചെയ്താൽ ഒരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട്
കുറച്ച് മാസം എടുത്ത് അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മേ ബി ആഫ്റ്റർ എ ഇയർ സോൾവ് ദ സെയിം സെറ്റ് ഓഫ് പേപ്പേഴ്സ് അഗൈൻ. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ഓർമ്മയൊന്നും ഉണ്ടാവില്ല മോസ്റ്റ്ലി. പക്ഷേ അങ്ങനെയായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വെറും പാസ്റ്റ് ഇയർ പേപ്പേഴ്സ് ഓരോ ക്വസ്റ്റ്യൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു. ഓരോ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്, എന്താണ് അതിന്റെ എസെൻസ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ ദിസ് ഈസ് ഫൈൻ. സോ ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് ലൈക്ക് പാസ്റ്റ് ഇയർ പേപ്പർ സോൾവ് ചെയ്യാൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഒരു സ്കെച്ചിങ് ഫോർ എക്സാമ്പിൾ, ഈ സ്കെച്ചിങ് എങ്ങനെ നമ്മൾ, കാരണം അതൊരു കുറച്ചും കൂടി സബ്ജക്റ്റീവ് ആയിട്ടില്ല അവർ അനലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്കെച്ചിങ്ങിൽ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ എടുക്കേണ്ടത് അത് ബെറ്റർ ആണോ, അതിൽ എങ്ങനെയാണത്? സ്കെച്ചിങ് ഇസ് എ സ്കിൽ യു ക്യാൻ ഇംപ്രൂവ്, അത് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം സ്കെച്ചിങ്ങിന് കുറേ ഞാൻ സെൽഫ് സ്റ്റഡിയാണ് ചെയ്തത്. അപ്പം ഞാൻ യൂട്യൂബിലും ഒക്കെ ആയിട്ട് സ്കെച്ചിങ്ങിൻ്റെ പല മെത്തേഡ്സ്, ഇപ്പോൾ 1 point പെർസ്പെക്റ്റീവ്, 2 point പെർസ്പെക്റ്റീവ്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ പിന്നെ കുറേ പ്രാക്ടീസ് ചെയ്യാം. സ്കെച്ചിങ്ങിന് പ്രാക്ടീസ് തന്നെയാണ് അതിൻ്റെ മാർഗം. ഓക്കെ. പിന്നെ എങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ പാരൻസും സ്റ്റുഡൻസ് ഒക്കെ കേൾക്കുന്നുണ്ടാവും, ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് സ്കിൽ സെറ്റ് ഈസ് റിക്വയർഡ് ടു ഗെറ്റ് ഇൻ ടു ദിസ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫീൽഡിലോട്ട് പോകണം എന്നുള്ളവർക്ക് ചിലപ്പോൾ ഞങ്ങൾ കുറേ നന്നായി വരക്കുന്നുള്ളതുകൊണ്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വരക്കാൻ അറിയില്ല പക്ഷേ ഞങ്ങൾക്ക് ഡിസൈനൊക്കെ താല്പര്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും ആളുകൾക്ക് ഉണ്ടാവും. ലൈക്ക് ഹൗ ഡു വേ, ലൈക്ക് നമുക്ക് എങ്ങനെ ഒന്ന് ക്വാണ്ടിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഈവൻ ക്വാളിറ്റേറ്റീവ്ലി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും എങ്ങനെയുള്ള ആളുകളാണ് പോകേണ്ടത്? ഇപ്പം ഈ കോഴ്സിൽ വരയ്ക്കൽ ഇസ് ജസ്റ്റ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇഫ് യു ക്യാൻ പുട്ട് യുവർ തോട്ട്സ് ഓൺ ടു പേപ്പർ ഇൻ എനി വേ, മോസ്റ്റ്ലി വിഷ്വലി ആയിരിക്കും അതിൻ്റെ ബെസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഡിസൈൻ. അങ്ങനെ ചെയ്യാനുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇതിന് പോകാം. അപ്പം നല്ലൊരു ആർട്ടിസ്റ്റ് ആവണോ, ഒരു പോർട്രേറ്റ് വരയ്ക്കാൻ കഴിയണോ, അങ്ങനത്തെ സ്കില്ലൊന്നും വേണ്ട. ജസ്റ്റ് യു ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് യുവർ സെൽഫ്. പക്ഷേ അങ്ങനെ ഒരു കഴിവുള്ള ആൾക്ക് സ്വാഭാവികമായിട്ട് ഇതിലോട്ട് പോയാൽ ദേ മൈറ്റ് ബി ഏബിൾ ടു എക്സൽ, റൈറ്റ്? ഇപ്പോൾ ഒരാൾക്ക് പോർട്രേറ്റ് വരയ്ക്കാനും നന്നായി വരയ്ക്കാനൊക്കെ കഴിവുണ്ട്. മേ ഓർ മേ നോട്ട്. അതെ, ബിക്കോസ് ആ സ്കിൽ വെരി ഡിഫറെന്റ് ഫ്രം ഡിസൈനിൽ പഠിക്കുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ ഇതിൽ പഠിക്കുന്നത് കുറച്ചുകൂടി തിയററ്റിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. ഈ സ്കെച്ചിങ് ഇസ് ജസ്റ്റ് എ മീഡിയം ഓഫ് എക്സ്പ്രഷൻ ഹിയർ. അപ്പോൾ സ്കെച്ചിങ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി ബെറ്റർ എഡ്ജ് ഉണ്ടാവും ബാക്കിയുള്ളവരെക്കാട്ടിലും, പക്ഷേ നോട്ട് മാൻഡേറ്ററി അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പലർക്കും പല ഒപ്പീനിയൻ. ഓക്കെ. അപ്പോൾ മെന്റലി നമുക്കുള്ളൊരു ഐഡിയ നമുക്കൊരു we can put into a paper or some craft or something, even a video or something like that. അങ്ങനെയുള്ള ആളുകൾ, ആ ഒരു എലമെന്റ് ഓഫ് നമ്മുടെ മനസ്സിലുള്ള ആളുകളാണ് പോവേണ്ടത് എന്നുള്ളത്. പിന്നെ മോസ്റ്റ്ലി ഇൻട്രസ്റ്റും കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ട് അതെ, കുറച്ചും കൂടി ജനറലിസ്റ്റ് ആണ് അല്ലെ, പല കാര്യങ്ങളെ കുറിച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ, നന്നായി ഒബ്സർവ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ പാരൻസ് ശരിക്കും ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം കുട്ടികളെ ലൈക്ക് ഇത് താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇഫ് ദേ ക്യാൻ ഐഡന്റിഫൈ ദാറ്റ് സ്കിൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്നു. ഓക്കെ. പിന്നെ അതേപോലെ NID-യിൽ ഒരു ഇന്റർവ്യൂ റൗണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിൽ പോർട്ട്ഫോളിയോ ഒക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. കാരണം പല ആളുകൾക്കും പല സ്കില്ല് പല കുട്ടികളും പലതും ചെയ്യുന്നുണ്ടാവും, അവരൊന്നും ആക്ച്വലി ഡോക്യുമെന്റ് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ത്രോ ഇറ്റ് അവേ ആഫ്റ്റർ സം പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? NID-യിൽ ചോദിക്കുന്നത് അപ് ടിൽ ദാറ്റ് പോയിന്റ് വാട്ട് യു ഹാവ് ബീൻ അപ് ടു. ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് ഡ്രോയിങ്സ്, എന്തെങ്കിലും ഉണ്ടാക്കിയതാണോ, അതോ എഴുത്താണെങ്കിലും പറ്റും, ഫോട്ടോഗ്രാഫി. ബേസിക്കലി അപ് ടിൽ ദെൻ വാട്ട് ഹാവ് യു ഡൺ ദാറ്റ് മേക്സ് യു വാണ്ട് ടു പെർസ്യൂ ഡിസൈൻ ഇൻ ദ ഫ്യൂച്ചർ. അപ്പം അങ്ങനത്തെ പല എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്തും കാണിക്കാം. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു ഡിസൈൻ ഫീൽഡിലോട്ട് പോയിട്ട് നമുക്ക് ഓൺടർപ്രണേഴ്സ് ആവാൻ സാധ്യത എത്രത്തോളമാണ്? ലൈക്ക് അങ്ങനെ ഒരു ആസ്പെക്ട്, ഇപ്പോൾ സ്വന്തമായിട്ടൊരു ഡിസൈൻ ഫേം അല്ലെങ്കിൽ ഫ്രീലാൻസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ല, ജനറലി അതിലോട്ടൊക്കെ എത്രത്തോളം ആളുകൾ പോകുന്നുണ്ട്? അതിനുള്ള സ്കിൽ സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? ഫ്രീലാൻസിങ് ഒരു വലിയ കരിയർ പാത്താണ് ഡിസൈനിലോട്ട് പോകുന്നവരെ. പിന്നെ ഗ്രാഫിക് ഡിസൈൻ ആണെങ്കിലും ഇൻട്രാക്ഷൻ ഡിസൈൻ ആണെങ്കിലും ഇങ്ങനത്തെ ഫീൽഡിലൊക്കെ ഫ്രീലാൻസിങ് ചെയ്യുന്നവർ കുറേ ഉണ്ട്. ഓൺടർപ്രണർഷിപ്പ് സ്വന്തമായി ഡിസൈൻ സ്റ്റുഡിയോസ് തുടങ്ങുന്നവരെ അങ്ങനെയൊക്കെ കാണാനുണ്ട്. ഓക്കെ, ഫൈൻ. സോ താങ്ക്സ് ഫോർ ഷെയറിങ് യുവർ നോളജ്. നമുക്ക് ഈ ഒരു ഫീൽഡിനെ കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടി. കാരണം ഫോർ എക്സാമ്പിൾ നമുക്ക് ഏത് സ്ട്രീം എടുത്താലും ഇതിലോട്ട് പോകാൻ പറ്റും. നമുക്കൊരു സ്കെച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് സ്കിൽസാണ് വേണ്ടത്. അത് വെച്ച് നമുക്ക് അവിടെ എടുക്കാവുന്ന സ്ട്രീമുകളെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണ നമുക്ക് കിട്ടി. സോ താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് എക്സ്പ്ലെയിനിങ് ദിസ്. ആൻഡ് നിങ്ങൾക്കുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. ഐ വിൽ ട്രൈ ടു ആൻസർ ദം വിത്ത് ഹർഷിയ. ഓക്കെ, നിങ്ങൾക്ക് ആൻസേഴ്സ് തരാൻ ശ്രമിക്കാം. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ ബീയിങ് ഇൻ ദിസ് ചാനൽ. ഓക്കെ, and all the best towards your career. Okay, bye.